ചേരാമംഗലം ദേശത്തിൻ്റെ ആശാൻ സ്വാമി ആശാൻ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്യാർ കളിയിലെ എല്ലാ കലാകാരന്മാർക്കും 100 നാവാണ്. കാരണം വളരെ കർക്കശക്കാരനായ ഒരു ആശാനാണ് ചേരാമംഗലം ദേശത്തിൻ്റെ ആശാൻ. അദ്ദേഹത്തിൻ്റെ കാലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലി പതിഞ്ഞ വട്ടം, ഇടവട്ടം, മുറുകിയ വട്ടം എല്ലാ കളിക്കും അദ്ദേഹം അത് ഉപയോഗിക്കാറുണ്ട്. അത് കളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും കാല് തെറ്റിയാൽ അല്ലെങ്കിൽ പിൻപാട്ട് പാടുന്നവർ തെറ്റിയാൽ അദ്ദേഹത്തിൻ്റെ അത് വളരെ കർക്കശമായി തന്നെ കറക്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഓരോ കളിയും അവതരിപ്പിക്കാറുള്ളത്. സ്വാമി ആശാനെ പറ്റി പറയുമ്പോൾ എല്ലാവരും അഭിമാനം കൊള്ളുന്നു. ഞാനും വളരെ അഭിമാനിയാണ്. സ്വാമി ആശാന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമസ്കാരം. കണ്യാറുകളിയിലെ ചെറിയ വിശദാംശങ്ങൾ പോലും അദ്ദേഹത്തിന് പ്രാധാന്യം ഉള്ള തന്നെ ഒരു കലാശത്തിൻ്റെ ഒരു ചുവട് പോലും അവിടെ നമ്മളൊന്ന് ലാഗ് ചെയ്യുകയാണെങ്കിൽ ആശാൻ അവിടെ അതിനെ പിടിച്ച് വലിച്ച് അവരെ ശരിക്കും അരങ്ങിൻ്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കുന്നതിൽ ആശാൻ്റെ ഒരു പ്രത്യേക താല്പര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാലം പുറത്ത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിട്ടയിൽ അദ്ദേഹത്തിന് അണുവിട ഒരു വ്യത്യാസവും അദ്ദേഹം ഇതുവരെ വരുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കണ്യാർകളിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയുടെ മാത്രം സ്വന്തമായ ഈ കണ്യാർകളിയും കണ്യാർകളി അവതരിപ്പിക്കുന്ന ഓരോ ദേശത്തെ കലാകാരന്മാരുമാണ് ആ ദേശത്തിൻ്റെ സമ്പത്ത്. പണ്ട് ഒരു കളിയാശാൻ എത്ര ഉറക്കെ പാടുന്നുവോ അത്രമാത്രം കല കൂടുതൽ ആസ്വാദ്യമായിട്ട് അനുഭവപ്പെട്ടിരുന്നു. അക്കൂട്ടത്തിൽ നമുക്ക് ഇന്ന് കാണുന്ന വളരെ പ്രശസ്തനായ ചേരാമംഗലം ദേശത്തെ സ്വാമിയേട്ട എന്ന സുന്ദരേട്ടൻ ശബ്ദ മാധുര്യം കൊണ്ടും കർക്കശമായ ശിക്ഷണ വൈഭവം കൊണ്ടും ദേശത്തെയും പുതിയ തലമുറയെയും അദ്ദേഹം ഇന്നും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചുവടുവയ്പ്പും ശിക്ഷണത്തിൽ സ്വീകരിച്ചിരിക്കുന്ന കർക്കശ നിലപാടും തന്നെയാണ് അടിയുറച്ച ചുവട് വെച്ച് കളിക്കുന്നതിന് ഇന്നത്തെ തലമുറയെ പ്രാപ്തരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംരംഭം നമ്മുടെ വരും തലമുറയ്ക്കുള്ള വലിയൊരു നിധിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും നമ്മുടെ ആശാൻ വളരെ കാലം പുതിയ തലമുറയെ പരിശീലിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും മുന്നിലുണ്ടായിരിക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആശാന്റെ മനസ്സൊരു കളിപ്പന്തൽ, ആശാന്റെ മനസ്സൊരു കളിപ്പന്തൽ, അതിലാശകളണിവാക പൂങ്കുലകൾ. ആശാന്റെ മനസ്സൊരു കളിപ്പന്തൽ, അതിലാശകളണിവാക പൂങ്കുലകൾ. അനിതര സുന്ദരലാവണ്യ കലയുടെ ദീപങ്ങൾ തെളിയുന്ന ശരരാന്തൽ. ആശാന്റെ സ്വാമി ആശാന്റെ മനസ്സൊരു കളിപ്പന്തൽ, അതിലാശകളണിവാക പൂങ്കുലകൾ.
മനസ്സിലിരമ്പിയ കമ്പം ഇമ്പം സ്വരമയ മധുമഴ തൂകും സൗമ്യം സുരഭില ശാരീരം ഇമ്പം സ്വരമയ മധുമഴ തൂകും സൗമ്യം സുരഭില ശാരീരം ആട്ടവിളക്കിന്നൊളിയോടിടയും സിന്ദൂരാരുണ മുഖപ്രസാദം ആശാനളന്നു പാടുന്നു കന്യാമലരികൾ വിരിയുന്നു ആശാനളന്നു പാടുന്നു കന്യാമലരികൾ വിരിയുന്നു ആശാന്റെ സ്വാമി ആശാന്റെ മനസ്സൊരു കളിപ്പന്തൽ അതിലാശകളണിവാക പൂങ്കുലകൾ കളരിയിൽ അനുഗുണശീലന വഴിയിൽ ആശാനദ്വിതീയൻ മർമ്മം ചുവടിൻ താളമളക്കും കലയുടെ ധർമ്മം വിരിക്കും മർമ്മം ചുവടിൻ താളമളക്കും കലയുടെ ധർമ്മം വിരിക്കും കൊട്ടിക്കയറും കളിയുടെ ഗോപുര നടയിൽ ഹൃദയമോടിട കലാശം ആശാനലിഞ്ഞു പാടുന്നു കന്യാമലരികൾ വിരിയുന്നു ആശാനലിഞ്ഞു പാടുന്നു കന്യാമലരികൾ വിരിയുന്നു ആശാന്റെ സ്വാമി ആശാന്റെ മനസ്സൊരു കളിപ്പന്തൽ അതിലാശകളണിവാക പൊങ്കുലകൾ ആശാന്റെ മനസ്സൊരു കളിപ്പന്തൽ അതിലാശകളണിവാക പൂങ്കുലകൾ അനിതര സുന്ദര ലാവണ്യ കലയുടെ ദീപങ്ങൾ തെളിയുന്ന ശരരാന്തൽ ആശാന്റെ സ്വാമി ആശാന്റെ മനസ്സൊരു കളിപ്പന്തൽ അതിലാശകളണിവാക പൂങ്കുലകൾ കലാകേരളത്തിൻ്റെ കൽപ്പടവുകളിൽ കാലൂന്നിക്കൊണ്ട് കലാംഗനിയുടെ കഴുത്തിൽ ചേർത്തുന്ന കനകോജ്വല കലാശില്പം കണ്യാർകളി. പാലക്കാടൻ ഗ്രാമീണ മണ്ണിൽ പൊട്ടിവിടർന്ന് മേടനിലാവിൻ്റെ പൊന്നുലുക്കണിഞ്ഞ തട്ടകത്തിൻ്റെ താളം ചവിട്ടൽ. പഴമയെ മുറുകെ പിടിച്ചുകൊണ്ട് പുതുമയുടെ പാതയിൽ ആനന്ദ നൃത്തം ചവിട്ടുന്ന പാലക്കാടൻ ഗ്രാമീണ കല. ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ വേരുകൾ തേടിപ്പോകുമ്പോൾ നിശ്ചയമായും
നമ്മൾ ആദ്യം സമീപിക്കുക അവിടെ നിലനിൽക്കുന്ന കലാ സാംസ്കാരിക മേഖലയിലുള്ള അടയാളപ്പെടുത്തലുകളാണ്. കല എന്നതിനപ്പുറം കാലത്തെ എങ്ങനെയാണ് കണ്യാർകളിയിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? കാരണവന്മാരുടെ വാമൊഴി. യാഥാർത്ഥ്യമൊന്നേ ഉള്ളൂ കണ്യാർകളി. ജനങ്ങൾ പല വിധത്തിൽ സംബോധന ചെയ്യുന്നു, അത്രമാത്രം. പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആലത്തൂർ താലൂക്കിലെ മേലാർകോട് പഞ്ചായത്തിലെ ഒരു സുന്ദര ഗ്രാമം. ഗായത്രിയുടെ തീർത്ഥവും നെല്ലിയാമ്പതിയിലെ തെന്നലും ഒരുപോലെ തലോടുന്ന പാലക്കാടൻ ഗ്രാമം ചേരാമംഗലം. ചേരാമംഗലത്തെ തട്ടകത്തമ്മ ശ്രീ മന്നത്ത് ഭഗവതിയാണ്. മൂലസ്ഥാനത്തു നിന്നും ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായ മന്നം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിരുന്നു എന്നും മന്നത്തുകാവിൽ കുടികൊണ്ട ഭഗവതിയെ മന്നത്ത് ഭഗവതി എന്ന് വിളിക്കുകയും ചെയ്തു. ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് കർക്കശക്കാരനായ ചേരാമംഗലം ദേശത്തെ കളിയച്ചനും നമുക്കേവർക്കും പ്രിയങ്കരനും കളിവിളക്കിന്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹനുമായ ശ്രീ സുന്ദരേശൻ നായർ എന്ന സ്വാമി ആശാനെ കുറിച്ചാണ്. ആയിരത്തി 1930 മേലാർകോട്ടിലെ പുത്തൻ വീട്ടിൽ ശങ്കുണ്ണി നായരുടെയും ചേരാമംഗലം പതിയിൽ വീട്ടിൽ നാണിക്കുട്ടിയമ്മയുടെയും 8 മക്കളിൽ 5-മൻ. മേലാർകോട് കല്ലമ്പാട് സ്കൂളിൽ 6-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം തുടർന്ന് മിടുക്കുകൊണ്ടോ എന്തോ ചേരാമംഗലത്ത് മുത്തശ്ശന്റെ കടയിലെ തയ്യൽക്കാരനായി. ഇരുപത്തിയഞ്ചാം വയസ്സിൽ അച്ഛനെയും 27-ാം വയസ്സിൽ അമ്മയെയും നഷ്ടപ്പെട്ട സുന്ദരേശ്വരൻ നായർ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിന്നുപോയി. ജോലി അന്വേഷിച്ച് മദിരാശിയിലെത്തിയ സുന്ദരേശ്വരൻ അസുഖം മൂലം ആശുപത്രിയിലായി. ശസ്ത്രക്രിയയുടെ അപാകത മൂലം 6 മാസത്തോളം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നു. മന്നത്ത് ഭഗവതിയുടെയും ശ്രീധർമ്മശാസ്താവിന്റെയും കാരുണ്യം കൊണ്ട് ബോധവും സംസാരശേഷിയും തിരിച്ചു കിട്ടി. പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിലെ അവകാശമായുള്ള കടമകൾ മാത്രം ചെയ്ത് മറ്റു ദേശാനുഷ്ഠാനങ്ങളിൽ നിന്നും പാടെ അകന്നു നിന്നിരുന്ന സുന്ദരേശ്വരൻ കണ്ണാറുകളി രംഗത്തേക്ക് കടന്നു വരുവാൻ കാരണമായത് കുനിശ്ശേരി ആശാൻ ശ്രീ അച്യുതൻ നായരായിരുന്നു. കണ്ണാറുകളി എന്ന ബൃഹത്തായ ലോകത്തേക്ക് മറ്റുള്ളവരെ പോലെ ചെറുപ്പകാലം മുതൽക്ക് സജീവ സാന്നിധ്യം അറിയിച്ച രീതിയല്ല സ്വാമി ആശാനുള്ളത്. പിൻപാട്ട് പാടുവാൻ ആളില്ലാതിരുന്ന സമയത്ത് മന്നത്തെ തെട്ടിൽ ഉറക്കച്ചടവോടെ ഇരുന്ന കുട്ടിയെ പന്തലിലേക്ക് വിളിച്ച് കൂടെ നിർത്തി ആശാൻ പിൻപാട്ട് പാടിച്ചു. അതായിരുന്നു സ്വാമി ആശാന്റെ ആദ്യത്തെ പന്തൽ പ്രവേശം. വളരെ അവിചാരിതമായി കണ്ണാറുകളി പന്തലിലേക്ക് കാലെടുത്തു വച്ച് ഈ യുഗപ്രതിഭ കണ്ണാറുകളിയെ പിന്നീടങ്ങോട്ട് തൻ്റെ ജീവിത താളമായി സ്വീകരിക്കുകയായിരുന്നു. കുനിശ്ശേരി ചക്കിങ്ങൽ വീട്ടിൽ അച്യുതൻ നായരുടെയും പുളിയക്കോട്ടിൽ ഗോപാലകൃഷ്ണൻ നായരുടെയും മഠത്തിൽ ശിവശങ്കരൻ നായരുടെയും ശിഷ്യത്വം സ്വീകരിച്ചു.
കണ്യാർകളിയും ആശാനും പ്രേമതന്തുക്കളായി. കണ്യാർകളി ആശാനെയോ ആശാൻ കണ്യാർകളിയെയോ പ്രേമിച്ചതെന്ന് അറിയാൻ കഴിയാത്ത വിധം ആ ബന്ധം ദൃഢമായി. സാഹചര്യം മൂലം പഠനം മുടങ്ങിയ സുന്ദരേശ്വരൻ മേലാർകോട് തപാൽ ഓഫീസിന്റെ കീഴിൽ ചേരാമംഗലത്തെ തപാൽ ജീവനക്കാരനായി. തപാലുകളുമായി ദേശായനം നടത്തുമ്പോഴും ആശാന് കൂട്ടായി കണ്യാർകളി പാട്ടുകൾ മാത്രം. കളിയുടെ മനോരാജ്യത്തിൽ ആണ്ടുപോയ ആശാൻ ഒരിക്കൽ പാടവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ കഴായുണ്ടെന്നറിയാതെ കലാശം വെച്ചതും അടിപതറിയതും ഒരു ഓർമ്മ. മഠത്തിൽ ശിവശങ്കരൻ നായർ എന്ന തൻ്റെ ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ച് പൂർണ്ണാനുമതിയോടെ കുനിശ്ശേരി കിഴക്കേതറയിലെ കളിയാശാനായി. പൊന്നാനക്കളിയിൽ നിന്നും കിട്ടിയ ആത്മധൈര്യം ചേരാമംഗലത്തെ കളിയാശാനാക്കി. അങ്ങനെ നിശയുടെ അന്തിയാമം വരെയും കണ്യാർകളി പാട്ടുകളാലും താളമേളങ്ങളാലും ചുവടുവെപ്പുകളാലും മുഖരിതമാവുന്ന ചേരാമംഗലം കളിപ്പന്തലിൽ 78 വയസ്സ് പിന്നിടുന്ന നമ്മുടെ സ്വാമിയാശാൻ ഇന്നും അജയ്യനായി നിലകൊള്ളുന്നു. കളി കഴിഞ്ഞ് ആട്ടവിളക്ക് തൊഴാതെ പന്തലിൽ നിന്നും ഇറങ്ങിയ കളിക്കാരെ തിരിച്ചു വിളിച്ച് ആട്ടവിളക്ക് തൊഴുതിച്ച ശേഷം മടക്കി അയച്ചു നമ്മുടെ കർക്കശക്കാരനായ കളിയച്ഛൻ. പൈതൃക കലയെ കാത്തു സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ കടമയാണ്. 700 വർഷത്തിലധികം പഴമയുണ്ടെന്ന് പറയപ്പെടുന്ന കണ്യാർകളി ഇന്നും നിലനിൽക്കുന്നത് ഈ കല ഇന്നത്തെ യുവതലമുറ ഏറ്റെടുത്തു എന്നതുകൊണ്ടാണ്. കണ്യാർകളിയുടെ പഴമയും പെരുമയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന ദേശങ്ങൾ വൈവിധ്യമാർന്ന കണ്യാർകളിയിലെ ആചാരങ്ങളെ ഒറ്റച്ചരടിൽ കോർത്തിണക്കി ഈ കലയുടെ വളർച്ചയ്ക്ക് ഒരു പുതുമുഖം നൽകിയ KKAPC.
കണ്യാറുകളിയുടെ പ്രചുര പ്രചാരണത്തിനും പ്രതിഭകളെ കണ്ടെത്തി അവരെ ആദരിക്കുന്നതിനും ഈ കലയെ പരിപോഷിപ്പിക്കുന്നതിനും അക്ഷീണം പ്രയത്നിക്കുന്ന നവമാധ്യമ കൂട്ടായ്മകൾ കളിവിളക്കും കളിപ്പന്തലും. പാലക്കാടിൻ്റെ കണ്ണാർകളി സംസ്കാരം വിദേശത്തും തനിമ ചോരാതെ നിലനിർത്തുന്ന മേളം ദുബായ്. കണ്യാറുകളി എന്ന കലയെ നെഞ്ചോട് ചേർത്ത് നാടിന്റെ മണം നാട്ടാർക്ക് എത്തിക്കുന്ന മുംബൈ കണ്യാറുകളി സംഘം. മറ്റുള്ള ആശാന്മാരിൽ നിന്നും വ്യത്യസ്തമായി പാട്ടിനു വേഗത കൂട്ടാതെ ഇമ്പത്തിൽ എല്ലാ ചുവടും പതികാലത്തിൽ കളിപ്പിച്ച് കാണികൾക്ക് അനുഭൂതി ഉളവാക്കുന്നത് സ്വാമിയാശന്റെ പ്രത്യേകത. കണ്യാർകളിയിലെ 64 ചുവടുകളും ഹൃദ്യസ്ഥമാക്കിയ ജ്ഞാനം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മുടെ സ്വാമി ആശാന് കഴിഞ്ഞു എന്നത് സത്യം. ഗുരു പ്രസാദം ഗുരുപ്രസാദം ഗുരുപ്രസാദം. ഗുരുപ്രസാദ സൂര്യതിലകം നെറ്റിയിലണിയും ആചാര്യൻ കലയുടെ കെടാവിളക്കിൻ കൈത്തിരി കാലത്തിനു കൈമാറുന്നു, പുതിയ കാലത്തിനു കൈമാറുന്നു. ഗുരുപ്രസാദം ചിന്തകളിൽ നിലവുകളിൽ ചിന്തകളിൽ നിലവുകളിൽ നീതാന്ത ജാഗ്രതയിൽ നിയോഗ കലയിൽ നിലീനൻ ആവേദകനാം നിഷ്കാമൻ കാലം നീർത്തിയോരൊമ്പതുകാലിൻ പന്തലിനുള്ളം കവിയുന്നു. കലയുടെ സുന്ദര വദനം നിറയും കളിയുടെ കന്യാർ വിരിയുന്നു, കളിയുടെ കന്യാർ വിരിയുന്നു.
ഗുരുപ്രസാദ സൂര്യതിലകം നെറ്റിയിലണിയും ആചാര്യൻ കലയുടെ കെടാവിളക്കിൻ കൈത്തിരി കാലത്തിനു കൈമാറുന്നു, പുതിയ കാലത്തിനു കൈമാറുന്നു ഗുരുപ്രസാദം. വിരുദ്ധങ്ങളിൽ വേഷങ്ങളിൽ വിരുദ്ധങ്ങളിൽ വേഷങ്ങളിൽ വിടരും കളിച്ചുവടിൽ പ്രയോഗകലയുടെ പ്രസാദകൾ പന്തലിലെന്നും പ്രഭാവിത്തൻ ഇടവട്ടങ്ങളിൽ ഹൃദയം കൊണ്ടൊരു ഇടകലാശമിടുന്നു, കലയുടെ പുതിയൊരു തലമുറയുണരാൻ സുന്ദര മുഗ്ധകലാശം, കളിയുടെ മുഗ്ധകലാശം. ഗുരുപ്രസാദ സൂര്യതിലകം നെറ്റിയിലണിയും ആചാര്യൻ കലയുടെ കെടാവിളക്കിൻ കൈത്തിരി കാലത്തിനു കൈമാറുന്നു, പുതിയ കാലത്തിനു കൈമാറുന്നു ഗുരുപ്രസാദം. 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 ഈ പ്രതിഭയ്ക്ക് ആയുരാരോഗ്യം നേർന്നുകൊണ്ട് കാരുണ്യമയായ ശ്രീ മന്നത്ത് ഭഗവതിയോടും ശ്രീ ധർമ്മശാസ്താവിനോടും പ്രാർത്ഥിക്കുന്നു. നമുക്കേവർക്കും അദ്ദേഹത്തെ പ്രണമിക്കാം.